ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടാൻ പോവാണ്. എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. നല്ല ബ്ലെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഓൾറെഡി ഫേസിൽ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പം ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷേ ഞാൻ എൻ്റെ മുഖത്തുള്ള കുറച്ച് കറുത്ത പാടും പിന്നെ അതുപോലെ പിമ്പിൾസൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ആ പിമ്പിളിൻ്റെ അവിടെ എനിക്ക് കോസ്മെറ്റോളജി ഒരു ഡോക്ടർ എനിക്ക് റെഫർ ചെയ്ത് തന്ന ഒരു മെഡിസിൻ ഉണ്ട്, ഞാൻ ട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് പീലാകും. എപ്പോഴുമല്ല, എന്നാലും ഇടയ്ക്ക് സ്കിന്ന് പീലാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ഇതന്നെയല്ല, ഡോട്ട് ആൻഡ് കീയുടെ തന്നെയല്ല, നോർമലി ഒരു മോയ്സ്ചറൈസർ ഞാൻ എന്തായാലും യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു. ഇപ്പം പോയി വാങ്ങാനായിട്ടും എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ എന്തായാലും ഓൺലൈനിൽ ഓർഡർ ചെയ്തു, സംഭവം എത്തിയിരുന്നു. ഇതാണ് ഇപ്പം ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. ഇത് ഷുഗറിൻ്റെ പ്രൈമർ. ഇതും ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ മാക്കിൻ്റെ പ്രൈമറാണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്. എനിക്ക് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നോക്കണം എന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ എൻ്റെ വലിയമ്മക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എനിക്കും സ്യൂട്ട് ആകുമെന്നുള്ളതൊന്ന് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷുഗറിൻ്റെ ഈ ഒരു പ്രൈമർ വാങ്ങിയിട്ടുണ്ട്. നല്ല പ്രൈമറാണ്, ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. നെക്സ്റ്റ്, ഞാൻ ഈ ഒരു പ്രൈമർ വാങ്ങിയപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ തന്നെ ഒരു ലിപ് ബാം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രീ എന്ന് പറയാൻ കഴിയില്ല, ചെറിയൊരു എമൗണ്ട്. ഇത് 199 ലിപ് ബാമാണ്. പക്ഷേ ചെറിയൊരു എമൗണ്ട് മാത്രം എടുത്തിട്ട് അവരെനിക്ക് ഈ ഒരു ലിപ് ബാം കൂടെ അതിൽ ആഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് എൻ്റെ ലിപ്സൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്തത്. നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഈ ലിപ് ബാം യൂസ് ചെയ്യുമ്പം എക്സ്ട്രാ ലിപ്സ്റ്റിക് ഇടേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കണ്ടോ, നല്ല ഗ്ലോസി ലുക്ക് തരുന്നുണ്ട്. ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി, അത്ര ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഈ ഒരു ലിപ് ബാമിനെ. പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇപ്പം ഇത്തവണത്തെ ഓൺലൈൻ ഷോപ്പിങ്ങിന് മൊത്തം ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അതിനകത്തൊന്ന് മാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ കൺസീലറാണ്. എനിക്ക് ഈ കൺസീലറിൻ്റെ ഒരു പാലറ്റ് വേണമെന്ന് ഞാൻ ഒരുപാടായി ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിനു മുമ്പ് വേറൊരു റെഡ് കളർ വെച്ചിട്ട് കവറേജ് കിട്ടുന്ന ഒരു കൺസീലർ, ലിക്വിഡ് കൺസീലർ വാങ്ങിയിരുന്നു. പക്ഷെ അതെനിക്ക് അത്ര കവറേജ് കിട്ടുന്നില്ല, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. അപ്പം ഞാൻ ഇതിപ്പം ഇതാണ് ബോക്സ്, ഇതാണ് പാലറ്റ്. ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കളേഴ്സിൻ്റെ വലുതായിട്ടുള്ള യൂസേജ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. കാര്യം ഞാൻ ഇങ്ങനെ ഒരു പാലറ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ബ്രഷൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് ഒന്ന് കാണിച്ചു തരാം. സ്പോട്ട് ഇവിടെയൊക്കെ ലൈറ്റായിട്ടൊക്കെ സ്പോട്ട് ഉണ്ട്. എന്നാലും നമ്മുടെ ആ ഒരു കളറിന് ആപ്റ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നോക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഷെയ്ഡ് വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുവാണെങ്കിൽ നല്ലൊരു കവറേജ് കിട്ടും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കണ്ടില്ലേ, നല്ലൊരു കവറേജ് കിട്ടും. അത് ബ്രഷ് വെച്ച് തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതുപോലെ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റ് ആവും. ഞാൻ ഒരു ദിവസം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പം എനിക്ക് ടൈമില്ല, ഞാൻ വേറെ കുറച്ച് പരിപാടിയിലും കൂടെയാണ്. പിന്നെ ഞാൻ വാങ്ങിയത് സ്കിന്നിൻ്റെ പെർഫ്യൂമാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ്. അപ്പോൾ അതെനിക്ക് ബാഗിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ ചെറിയൊരു പാക്ക്, അതാണ് ഞാൻ വാങ്ങിയത്. അത് ഞാൻ ഇപ്പം കൂടെ എടുത്തിട്ടില്ല, റൂമിലാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്ര ഐറ്റംസൊക്കെയാണ് വാങ്ങിയത്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.